ഈ ഒരു ദിവസം നമ്മൾ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഏതൊരു ആഗ്രഹവും ഇരട്ടി വേഗതയിൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ബന്ധങ്ങളുടെ കാര്യത്തിലാവട്ടെ, അത് പണത്തിൻ്റെ കാര്യത്തിലാവട്ടെ, ജോലിയുടെ ഉയർച്ചയോ അല്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലോ എന്തിലും നമുക്ക് ഈ ദിവസത്തെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എളുപ്പത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ ഒരു ദിനത്തിന് വിളിക്കുന്ന പേരാണ് ഫുൾ മൂൺ ഡേ അഥവാ പൗർണമി ദിവസം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ പൗർണമി ദിവസത്തിന് ഇത്രയധികം പ്രാധാന്യം കൈവന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ പൗർണമി ദിവസത്തിന് ഇമ്പോർട്ടൻസ് നമുക്ക് കാണാൻ സാധിക്കും. മെഡിറ്റേഷൻ കൂടുതൽ ദീർഘിപ്പിച്ച് അല്ലെങ്കിൽ ആ ഒരു ദിവസം മാത്രം മെഡിറ്റേഷന് ദൈർഘ്യം കൂട്ടിയിട്ടായിരിക്കും പല സാധകാസും അല്ലെങ്കിൽ സാധന അനുഷ്ഠിക്കുന്ന വ്യക്തികളെല്ലാം ഉപയോഗിക്കുന്നത്. കാരണം ഇതെല്ലാം തന്നെ റിലേറ്റ് ചെയ്യുന്നത് സ്പിരിച്വൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ആദ്യമായി തന്നെ ഈ പൗർണമി ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹത്തിൽ, അതായത് ഭൂമിയിൽ വെള്ളപ്പൊക്കം, അതായത് വേലിയേറ്റം, വേലിയിറക്കം എന്നെല്ലാം പറഞ്ഞു കിടക്കുന്നത് ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതായത് പൗർണമി ദിവസം വേലി കയറ്റം എന്നുള്ള കാര്യമെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മളെ ചന്ദ്രൻ ഭൂമിയുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് വരുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അതായത് എന്ത് ചെയ്യും, ചന്ദ്രൻ്റെ ആകർഷണം കൊണ്ട് വെള്ളം കയറി ഇറങ്ങുകയാണ് ചെയ്യുക. എന്നാൽ ഈ കയറ്റി ഇറക്കം അല്ലെങ്കിൽ വേലി കയറ്റം എന്ന് പറയുന്നത് സമുദ്രത്തിൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. നമ്മുടെ ശരീരം മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിനും സംഭവിക്കുന്നുണ്ട്. അന്നേരം ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാൻ, നിങ്ങൾക്ക് മാനസികമായിട്ട് സംഘർഷം അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ ആ ഒരു മാനസിക സംഘർഷത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. പല റിസർച്ച് പേപ്പറിൻ്റെ അടിസ്ഥാനത്തിലും ഈ പൂർണ്ണ ചന്ദ്ര ദിവസത്തിലെല്ലാം തന്നെ ക്രൈം റേറ്റും കാര്യങ്ങളെല്ലാം തന്നെ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം നമ്മുടെ ഉള്ളിലെ എനർജി ലെവൽ അത്രയും ഹയറാകുകയാണ് ചെയ്യുക. എന്നാൽ യോഗിമാരും സിദ്ധന്മാരും ഈ ഒരു ഊർജ്ജത്തെ അല്ലെങ്കിൽ ഈ ഒരു ദിനത്തെ അവരുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ട്, അതായത് ആത്മീയമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. കാരണം എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിസ്റ്റ് സാധന നിങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റേക്കി പ്രാണി ഹീലിംഗ് പോലെയുള്ള സാധനാസ് അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ദിവസത്തിൽ മാത്രം ഒരു ജോയിൻ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് മെഡിറ്റേഷൻ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അത്രയും എനർജിയാണ് നമുക്ക് ലഭിക്കുന്നത്. ആ ഒരു ഊർജ്ജത്തെ നമ്മൾ കൃത്യമായ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പൂർണ്ണമായി പറയാൻ സാധിക്കുന്നത്. ചന്ദ്രൻ എന്ന് പറയുന്നത് ഈ ജ്യോതിഷപ്രകാരം മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നക്ഷത്രമാണ്. ഇപ്പം നിങ്ങൾ ജനിച്ചിരിക്കുന്നത് ചന്ദ്രദശയിലാണെങ്കിൽ ആ ഒരു എനർജി നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിരിക്കും. അതായത് നിങ്ങൾ ആ ദശയിൽ ജനിച്ച വ്യക്തികൾക്ക് മൈൻഡുമായിട്ട് മാനേജ്മെൻറ്റ്, ഹ്യൂമൻ മാനേജ്മെൻറ്റ്, അതോടൊപ്പം തന്നെ ഇതേപോലുള്ള കാര്യങ്ങൾ, മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സൈക്കോളജി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. കാരണം അത് മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രഹമാണ്. ഇതെല്ലാം തന്നെ പറയാനുള്ള കാരണം, ഞാൻ ഏതൊരു വിഷയത്തെ എടുക്കുന്ന സമയത്തും എല്ലാ ദിശകളിലും, അതായത് ഇപ്പം ജ്യോതിഷമായാലും എല്ലാ ഒരു പ്രാക്ടിക്കൽ സൈഡ് എന്താണ് അല്ലെങ്കിൽ അതിലെത്രത്തോളം ശാസ്ത്രീയത ഉണ്ട് എന്നുള്ള കാര്യമെല്ലാം നോക്കും. ഏതൊരു വിഷയത്തെയും നമ്മൾ അന്ധമായിട്ട് അംഗീകരിക്കുകയോ അന്ധമായിട്ട് എതിർക്കുകയോ ചെയ്തേ അതിലെന്തെങ്കിലും സത്യമുണ്ടോ, അതിലുള്ള എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ ലൈഫിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാകുക, അതായത് എൻ്റെ മാനസികം, വൈകാര്യം അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തികമായിട്ടുള്ള എൻ്റെ സ്പിരിച്വൽ ഗ്രോത്തിന് സഹായിക്കുന്ന കാര്യമുണ്ടെങ്കിൽ നമ്മളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഈ ഒരു ശാസ്ത്രം തെറ്റാണ്, ഇത് തെറ്റാണെന്ന് പറയാതെ അതിൽ എത്രത്തോളം ശരിയുണ്ട്, എത്രത്തോളം തെറ്റുണ്ടെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഞാനിവിടെ ജ്യോതിഷത്തിൻ്റെ കാര്യം പറഞ്ഞത്. ഞാനിവിടെ പറഞ്ഞത് നമ്മുടെ ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രഹമാണ്. അന്നേരം ഈ ഒരു സമയത്ത് നമ്മളെ മാനിഫെസ്റ്റേഷൻ പവർ കൂടുതലാണ്, മനസ്സിൻ്റെ ശക്തി കൂടുതലാണ്. അത് നെഗറ്റീവായ കാര്യങ്ങൾക്കും വേണമെങ്കിൽ ഉപയോഗിക്കാം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇപ്പം അമാവാസി ദിനങ്ങളിൽ ഡാർക്ക് പവർ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതേപോലെ ആഭിചാരം കാര്യങ്ങളിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഒരു സൈഡാണ് വരിക. അതായത് നമ്മളെ ഡാർക്ക് എനർജി നമ്മളെ കൂടുതൽ മാനിഫെസ്റ്റേഷനിലേക്ക് വരികയാണ് ചെയ്യുക. അതാണ് ഈ ആഭിചാര ക്രിയകളെല്ലാം തന്നെ അമാവാസി ദിനങ്ങളിൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ മനസ്സിന് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വൈറ്റ് സൈഡുണ്ട്, ഡാർക്ക് സൈഡുണ്ട്. ഈ വൈറ്റ് സൈഡിന് അല്ലെങ്കിൽ നല്ല വശത്തെ ഉപയോഗിക്കാൻ പറ്റുന്ന ദിനമാണ് ഈ ഫുൾ മൂൺ ഡേ എന്ന് പറയുന്നത്. നമ്മളിനി ചെയ്യാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യം എങ്ങനെ ഈ ഫുൾ മൂൺ ഡേ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. കഴിയുന്നത് നിങ്ങൾ ഈ ചന്ദ്രനെ കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ വീട്ടിൻ്റെ പുറത്തോ അല്ലെങ്കിൽ നിങ്ങൾ ടെറസിലോ ഇരുന്നിട്ട് ഈ മെഡിറ്റേഷൻ ചെയ്യാം. ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ കൈകൾ ഈ ഓപ്പൺനെസ്സിൽ, അതായത് കൈകൾ ശൂന്യ മുദ്രയിലോ അല്ലെങ്കിൽ റിസീവിങ് മുദ്രയിൽ നമുക്ക് പിടിക്കാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യുക,
നമ്മൾ ചന്ദ്രനിൽ നിന്നും ഒരു ഊർജ്ജം നമ്മുടെ ശരീരത്തിലേക്ക് ഒരു വൈറ്റ് കളർ ഊർജ്ജം പ്രയോഗിക്കുന്നതായിട്ട് സങ്കല്പിക്കാം. നമ്മുടെ ശരീരത്തെ ക്ലെൻസ് ചെയ്യുന്നതായിട്ട്, അതായത് ശുദ്ധീകരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഇപ്പം വൈറ്റ് കളർ നമ്മുടെ മൂർധാവിലൂടെ വന്നിട്ട് ശരീരത്തിലൂടെ പൂർണ്ണമായിട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ കാൽ വഴി ഒരു ബ്ലാക്ക് കളർ പോകുന്നതായിട്ട് സങ്കല്പിക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മുടെ ആഗ്രഹം എന്താണോ അത് നടക്കുന്നതായിട്ട് അതൊന്ന് വിഷ്വലൈസേഷൻ ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മൈൻഡിന് അത്രയും പവർ കൂടിയ സമയമാണ് ഈ ഫുൾ മൂൺ ഡേ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തായാലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് റീപ്രോഗ്രാം അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ അവിടെ സ്പിരിച്വൽ ഗ്രോത്തിലേക്കും, ഇപ്പം നിങ്ങൾ ഭൗതികമായിട്ടല്ല നിങ്ങൾ ഏതെങ്കിലും സാധന, അത് ഇസ്ലാം ആവട്ടെ, ക്രിസ്ത്യാനിറ്റി ആവട്ടെ, അല്ലെങ്കിൽ ഹിന്ദു മതമാവട്ടെ, ഏത് മതത്തിലെയും സാധന അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ, മന്ത്രജപാസോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദിവസം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് എൻ്റെ എക്സ്പീരിയൻസിലെ കാര്യമാണ്. നിങ്ങൾ ഇതേപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും നല്ല ടെക്നിക്ക് യൂസ് ചെയ്യേണ്ടത് 2 കപ്പ് മെത്തേഡോ അല്ലെങ്കിൽ 1 കപ്പ് മെത്തേഡോ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചന്ദ്രൻ എന്ന് പറയുന്നത് മനസ്സുമായും ജലവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന നക്ഷത്രമാണ്. ഇതിൻ്റെ ഭൂതം അല്ലെങ്കിൽ ഇതിൻ്റെ എലിമെൻ്റ് എന്ന് പറയുന്നത് വെള്ളമാണ്. ഫുൾ മൂൺ ഡേയിൽ അന്നേരം ഈ അവതാർ എന്ന് പറഞ്ഞ ഒരു കാർട്ടൂണിൽ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതായത് ഈ വെള്ളത്തെ ഉപയോഗിക്കുന്ന പവർ ആ സമയത്താണ് കൂടുക. അതേപോലെ തന്നെ നമ്മൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും രീതിയിലൊരു ഗ്ലാസ്സോ ഒന്ന് വെള്ളം എടുക്കുക. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ മെഡിറ്റേറ്റീവ് പൊസിഷൻ്റെ നേരെ മുന്നിൽ വെക്കുക. എന്നിട്ട് അതിൽ സ്റ്റിക്കർ ഒട്ടിക്കുക. അതിൽ ഏതാണോ ആഗ്രഹം അതൊന്ന് ചെയ്ത് എന്നിട്ട് അതിലേക്ക് മൂൺ എനർജി, അതായത് നമ്മുടെ ഈ ചന്ദ്രനുള്ള ഊർജ്ജം ആ വെള്ളത്തിലേക്ക് വരുന്നതായി സങ്കല്പിച്ചുകൊണ്ട് ആ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം തന്നെ പല മതങ്ങളിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിലെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ലോകത്ത് നമ്മൾ ഭാരതീയരെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് സോളാർ കലണ്ടറിലാണ്. എന്നാൽ ബാക്കിയുള്ള സൈഡ് ഏഷ്യയിൽ തന്നെ ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേജ് അല്ലെങ്കിൽ ഇസ്ലാം വിശ്വാസപ്രകാരം മൂണായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അവിടെയാണ് ലൂണാർ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇപ്പോൾ നോമ്പ്, ഈ പെരുന്നാളെല്ലാം തന്നെ പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് ചന്ദ്രനെ കാണുന്ന സമയത്താണ്. അന്നേരം ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അത്രയധികം നമ്മളെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രഹമാണ്, സൂര്യനെ പോലെ തന്നെ. അന്നേരം കൃത്യമായ രീതിയിൽ നാം ഈ ദിനത്തിൻ്റെ, ഈ ഒരു മഹത്തരമായ ദിനത്തിൻ്റെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ ബെനിഫിറ്റ് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വളരെ എളുപ്പത്തിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ 365 ദിവസം ദൈർഘ്യമുള്ള ക്ലാസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ കഴിയുന്നതും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ നിരവധി സക്സസ് സ്റ്റോറീസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ ഒരു ഗ്രൂപ്പ് ലിങ്ക് പങ്കുവെക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളിലേക്കും നന്മയും സന്തോഷവും ആരോഗ്യ സൗഖ്യവും ഉണ്ടായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.